Hey friends, it's JBM and welcome back to my channel. So, ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ടിക്ടോക്കിലൊക്കെ ആകെ വൈറലായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ ഫുൾ ജാർ സോഡ. അപ്പോൾ ഈ ഫുൾ ജാർ സോഡ എന്താണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പകുതിയോളം പേർക്ക് അറിയുന്നുണ്ടാവും, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ അറിയുന്നില്ല. അപ്പോൾ പുതിയതായിട്ട് അറിയുന്നവർക്ക് വേണ്ടി ഞാൻ പറയാണ്. അപ്പോൾ ഈ ഫുൾ ജാർ സോഡ എന്ന് പറയുന്നത്, അതായത് ഒരു ഗ്ലാസ്, ആ ഗ്ലാസിൻ്റെ അകത്ത് ഒരു ചെറിയ ഗ്ലാസിൻ്റെ അകത്ത് ഒരു മുളകും എല്ലാം ചേർത്തിട്ടുള്ളൊരു കൂട്ടുണ്ട്. അത് ആ സോഡയുടെ അകത്ത് ഇടുമ്പോൾ, ആ വലിയ ഗ്ലാസ്സിലുള്ള സോഡയുടെ അകത്ത് ഇടുമ്പോൾ അതിങ്ങനെ പതഞ്ഞ് പൊന്തി വരുന്ന സംഭവമാണ് ഈ ഫുൾ ജാർ സോഡ എന്നത്. എസ്പെഷ്യലി ആയിട്ട് ഇത് മലബാർ റീജിയൻസിൽ, അതായത് ഇപ്പോൾ എന്താ പറയുക, മലപ്പുറം ആ ഭാഗത്തുള്ള റീജിയൻസിലൊക്കെയാണ് ഇതിപ്പോൾ ആകെ ഇതായിക്കൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഈ മുസ്ലിമുകാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഡ്രിങ്ക് എന്ന് പറയാം. അത് ഒരു സർബത്ത്, അതായത് സർബത്ത് ഒരു വേറെ ടൈപ്പ്, സർബത്തിൻ്റെ ഒരു ഭാഗം പോലെ ഈ സോഡയുടെ ഒരു ഭാഗത്ത് വരുന്ന ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഈ ഫുൾ ജാർ സോഡ എന്ന് പറയുന്നത്. അപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ അധികം പറഞ്ഞു വൈകിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ ആ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യുക. പിന്നെ വേറെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ നിലവിൽ 11 വീഡിയോസാണ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. 11 വീഡിയോസാണ് ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു നല്ല റീച്ച് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ വേറൊരു വീഡിയോ ആക്കിയിട്ടോ, അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചാലഞ്ച് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞു വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഗ്ലാസ് ആണ്. അപ്പോൾ ഇതിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അത്ര വലിയ വീതിയുള്ള ഗ്ലാസ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് കിട്ടുകയുള്ളൂ. പിന്നീട് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഗ്ലാസ് പോലത്തെ ഉള്ള, ഇത് ശരിക്കും ചെറിയ ഗ്ലാസ് ഒന്നല്ല, ഇത് ഈ ഡാബറിന്റെ കൂടെ ഒക്കെ ഉള്ള ചെറിയ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു. കുറെ അന്വേഷിച്ചു, പക്ഷെ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഗ്ലാസ് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു, ഈ ഒരു ചെറിയ ഗ്ലാസ്. പിന്നീട് നമുക്ക് വേണ്ടത് മല്ലിയിലയാണ്. പിന്നെ അതിനുശേഷം നമുക്ക് വേണ്ടത് 3-4 പച്ചമുളകാണ്. അപ്പോൾ ഒരു 1-2 പച്ചമുളക് ഇട്ടാൽ മതി, അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഇഞ്ചിയാണ് വേണ്ടത്. അപ്പോൾ അത്യാവശ്യത്തിനുള്ള ഇഞ്ചി മാത്രം എടുക്കുക. പിന്നീട് ഇവിടെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നാരങ്ങയാണ്. ഒരു നാരങ്ങ എടുത്തു. പിന്നീടാണ് നമ്മുടെ മെയിൻ ഐറ്റം സോഡ. അതായത് ഇതൊരു ക്ലബ് സോഡയാണ്. ഏത് സോഡ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സോഡയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം. ഇനി നമ്മൾ ഇപ്പോൾ ആദ്യം നമ്മൾ എടുക്കേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു മിക്സിയുടെ ഒരു ഇതാണ് എടുക്കേണ്ടത്. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ, ആദ്യം നമ്മൾ ഇഞ്ചി എടുക്കുന്നു. അതായത് ഇഞ്ചി നമ്മൾ തോല് കളഞ്ഞ ഒരു ഇഞ്ചിയാണ്, തോലൊക്കെ പൊളിച്ച് കളഞ്ഞ ഇഞ്ചിയാണ്. അപ്പോൾ അതവിടെ വെച്ചു. പിന്നീട് നമ്മൾ 2-3 മുളക് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഇഞ്ചി അതിൻ്റെ അകത്ത് വെച്ചു. പിന്നെ 2 മുളക് ഇട്ടു. പിന്നീട് നമ്മൾ മല്ലിയില അങ്ങോട്ട് പൊട്ടിച്ചിടുകയാണ്, അങ്ങനെ വലിച്ചു പൊടിച്ചിടുകയാണ്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ശരിക്കും ഈ ഇഞ്ചിയൊക്കെ നമ്മൾ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അല്ലെങ്കിൽ മിക്സി കേടാവും. അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തന്നു. അപ്പോൾ ഇത് നമ്മൾ ചെറുതാക്കി നല്ല മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച്, ശരിക്കും മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ കാണിച്ചില്ല, അതായത് വെള്ളം നമ്മൾ ഒഴിക്കണം, അല്ലാതെ വെറുതെ മിക്സ് ചെയ്യല്ല. വെള്ളം ഒഴിച്ച് നല്ലൊരു ഒരു പേസ്റ്റ് രൂപമാക്കുക. പിന്നെ ഇവിടെ നമ്മൾ നാരങ്ങ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് നാരങ്ങയുടെ നീര് നമ്മൾ ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നീരൊഴിക്കുക. അപ്പോൾ നമ്മളങ്ങനെ ഒഴിച്ചു കഴിഞ്ഞു. അപ്പോൾ 4 എണ്ണത്തിൻ്റെ അങ്ങനെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന നമ്മുടെ ഇപ്പോൾ പേസ്റ്റ് ആക്കിയെടുത്തുള്ള ഈ സംഭവം ഉണ്ടല്ലോ, ഈ ഒരു എന്താ പറയുക, ഈ പച്ചമുളകൊക്കെ ഇട്ട കൂട്ട്, അത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഒരു ചെറിയ ഗ്ലാസിൻ്റെ അകത്തേക്ക് അങ്ങനെ ഇടുക. അപ്പോൾ നിങ്ങൾ പലരും ഇങ്ങനത്തെ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റൽ ട്രൈന് വേണ്ടി ഞാൻ ചെയ്തതാണ്. അതായത് ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഈ ഒരു പേസ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടുക. അപ്പോൾ അത്യാവശ്യ രീതിയിൽ ഇടുകയാണെങ്കിൽ തന്നെ വെള്ളത്തിന് അത്ര വലിയ ഇതുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആദ്യം ഉപ്പിടുക. അപ്പോൾ ഇത് ഉപ്പിട്ടതിന് ശേഷം ആണ് നമ്മൾ വെള്ളം ഇടുന്നത്. അപ്പോൾ നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു വെള്ളം നല്ല രീതിയിൽ ഇതാവും. അതായത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ പേസ്റ്റ് ഉണ്ടല്ലോ, അത് കുറേ ഇടുകയാണെങ്കിൽ അത്യാവശ്യം വെള്ളം ഒഴിച്ചാൽ നല്ല രീതിയിലായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ കുറച്ചിട്ട് അധികം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് അത്ര ശരിയാവില്ല എന്നാണ് പറഞ്ഞു ഉദ്ദേശിച്ചത്. അപ്പം നമ്മളിവിടെ ഗ്ലാസ് എടുത്തു. ഇനി സോഡ കുപ്പി ഒന്ന്
പൊട്ടിക്കാൻ പോവാ. അപ്പോൾ ഒന്ന് പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിത് പൊട്ടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ആ സോഡ അങ്ങോട്ട് ഒഴിക്കുകയാണ്. ഈ സോഡ ഒന്ന് ഒഴിക്കുക. ആദ്യം സോഡ ഒഴിച്ചിട്ട് മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. അതായത് ആദ്യം സോഡ ഒഴിക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ ഇത് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പലരും പല വീഡിയോസിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനും ജസ്റ്റ് ട്രൈ ചെയ്താണ്. ഇനി നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നേരത്തെ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. നമുക്ക് നോക്കാം. ആദ്യം ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ, അതായത് അത്യാവശ്യ രീതിയിൽ പതപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പതപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കുടിച്ചു നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, മാസ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സംഭവമാണിത്. അപ്പോൾ ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു പുതിയ അറിവായിട്ട് തോന്നും. അപ്പോൾ അത് മാത്രമല്ല, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ പറഞ്ഞ് ഇതാക്കുന്നില്ല. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ഇറ്റ്സ് മീ JBM സൈനിങ് ഓഫ്.